ഇൻട്രോ എടുക്കാം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഫസ്റ്റത്തെ ഈവനിങ് വ്ളോഗാണെന്ന് തോന്നുന്നു. അതെ, എൻ്റെ ഫസ്റ്റത്തെ ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. കാരണം സ്ട്രൈക്ക് ആയിരുന്നു ഇന്ന്. അപ്പോൾ 12 മണിക്ക് സ്കൂൾ വിട്ടു. 12 മണിക്കല്ല, 11 മണിക്ക് സ്കൂൾ വിട്ടു. ഞാൻ അവിടെ എത്തിയ 12 മണിക്കാണ്. ആൻഡ് അപ്പം ഞാൻ വന്നിട്ട് ഉറങ്ങി. ഇനി നമ്മൾ പോയിട്ട് ഒന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിച്ചിട്ട് നമുക്ക് ട്യൂഷൻ ഉണ്ടെന്ന്. 5:30ക്കാണ് ട്യൂഷൻ. സോ ഒന്ന് പഠിച്ചിട്ട് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ട്യൂഷനിൽ പോകണം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കുളി പാസ്സാക്കിയിട്ട് വേണം ട്യൂഷനൊക്കെ പോകാൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഷാ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് കുളിച്ച് വരുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ 5 മണിക്കൂറായാലും എൻ്റെ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കയറിയാലും ഒരു 5:25 ആകുമ്പോഴേക്കെങ്കിലും ഞാൻ വരുന്നു. അപ്പം നമുക്ക് പോയി കുളിക്കാം. പിന്നെ എൻ്റെ മുഖത്ത് കൊണ്ടോ ഒരു കുരു പോലെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വേർത്തതാട്ടോ ഇത്. കുറേ നേരമായി ഗൈസ് ഫാൻ ഓഫ് ചെയ്തിട്ട് ടേക്ക് എടുക്കാൻ നിൽക്കുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. കുറേ ടേക്ക് എടുത്തിട്ടാണ് ഇതെങ്കിലും കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കുളിക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം 4:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഫുള്ള് റെഡി ആയിട്ടില്ല. ഇപ്പം റെഡി ആവണ്ടല്ലോ കരുതിയിട്ട്. സോ ഞാൻ പെട്ടെന്ന് തന്നെ ബുള്ളറ്റ് ജേർണലിങ് ചെയ്യാൻ നിർത്തി. പിന്നെ ഇത് എനിക്ക് നയനിക ചേച്ചി തന്നിട്ടുള്ള ഗിഫ്റ്റിലെ ഒരു നോട്ടാണ്. ഇത് ഞാൻ എന്താ പറയുക, ആദ്യം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ തന്നെ വെക്കാമെന്ന്. പിന്നെ കുറേ ബുക്സ് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ബുള്ളറ്റ് ജേർണലിങ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്, 2 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. സോ ഇങ്ങനെ ഇതും ഒരു ഹൈലൈറ്ററാണ്. ഇത് ഒരെണ്ണം എവിടെ പോയിന്ന് വിചാരിക്കും, കളഞ്ഞതല്ല, എൻ്റെ പൗച്ചിലുണ്ടാകും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ബാക്കി വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ബുള്ളറ്റ് ജേർണലിങ് ചെയ്യാൻ പോകണം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, ഞാനങ്ങനെ മുടിയൊക്കെ ചീകിയിട്ടുണ്ട്. കെട്ടുന്നില്ല, കാരണം മുടി നനഞ്ഞിരിക്കുകയാണ്. ഹിക്കപ്സ് ഗൈസ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത്. ഓക്കെ, സോ ഇനി പഠിക്കാൻ പോയിട്ട് ഒന്ന് വെള്ളം കുടിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ബുക്ക് റീഡ് ചെയ്യാം. 15 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബുക്കാണ് ഈ ഒരു ശ്രീകൃഷ്ണ ഫോർ സ്റ്റുഡൻസ് ബൈ KK ഷൺമുഖൻ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഹിക്കപ്സ് ഭയങ്കര വർക്കിലാണ് ഗൈസ്. ഓക്കെ, സോ ഇതൊരു ക്യൂട്ട് കഥയാണ്, കൃഷ്ണൻ്റെ കഥയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് KK ഷൺമുഖൻ എഴുതിയ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃഷ്ണൻ്റെ കഥയാണ്. കൃഷ്ണൻ്റെ ചെറുപ്പകാലം ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടാണ് എഴുതിയത്. എല്ലാ ചെറിയ മക്കൾക്ക് വരെ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഇത് ഇന്നലെ ഞാൻ വായിച്ചു തുടങ്ങി. ഇത് ഒരു കുട്ടി ബുക്കാണ്. ജസ്റ്റ് 50 റുപ്പീസേ ഉള്ളൂ. 62 പേജസ് ഉള്ളൊരു ബുക്കാണ്. അപ്പം ഞാനത് വായിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബുക്ക് എടുത്ത് വെക്കണം. കുറച്ച് പരിപാടിയുണ്ട്. സോ ലെറ്റ്സ് സീ. ഗൈസ്, അങ്ങനെ ഞാൻ ട്യൂഷന് വന്നിട്ടുണ്ട്. ട്യൂഷനിലേക്ക് പോകുന്ന വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ട്യൂഷൻ എന്നുള്ള വ്ളോഗ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. 7:10 ഞാനിവിടെ എത്തി. ഇപ്പോൾ 7:15. സോ ഇനി ഞാൻ ഇത്തിരി നേരം ബ്രേക്ക് എടുക്കും. പിന്നെ ഞാൻ ഗെലോക്സൊക്കെ കഴിച്ചു. അതിൻ്റെ വ്ളോഗല്ല വീഡിയോ ഗൈസ്. സോ നമ്മൾക്ക് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഇന്ന് ഞാൻ ലേറ്റ് നൈറ്റ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉറങ്ങിപ്പോൾ, ചിലപ്പം നിൽക്കുമായിരിക്കും. കാരണം നാളെ സാറ്റർഡേ ആണ്. അപ്പം നേരത്തെ എണീക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് സ്റ്റഡി ചെയ്യാമെന്ന് പ്ലാനുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക്
ഒരു 7:30 കഴിഞ്ഞിട്ട് കാണും. ഓക്കെ, 7:30 കഴിഞ്ഞിട്ട് ബ്രേക്ക് നീണ്ടു പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഞാൻ അപ്പോഴത്തേക്ക് ഫോണൊക്കെ നോക്കട്ടെ. സോ ഗൈസ്, ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലേറ്റ് സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന്. ബിക്കോസ് ഞാൻ ഒന്ന് പുറത്തു പോവാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് സ്റ്റഡി വ്ളോഗ് ചെയ്യാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ പുറത്ത് പോട്ടെ. ഞാനിന്ന് കുർത്തി കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് കുർത്തിട്ടിട്ട് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മേക്കപ്പ് പോലെ ചെയ്യാം. ഓക്കെ, സോ ഞാൻ പുറത്തേക്ക് പോട്ടെ. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഒരു 8:30 9 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേറ്റ് സ്റ്റഡി വ്ളോഗ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും ഒന്ന് പുറത്തൊക്കെ പോയി ജസ്റ്റ് എന്താ പറയുക, ഗ്രോസറി ഷോപ്പിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ഇപ്പം 10:30 വീട്ടിലെത്തിയിട്ടുണ്ട്. സോ നമ്മൾ ക്വിക്കായിട്ട് ഒന്ന് മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാതിരിക്കാനുള്ള പ്ലാനിലാണ്. സോ നമുക്ക് സെറ്റാക്കാം. ഞാൻ ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, പിന്നെ കുറേ ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ വേഗം തന്നെ പഠിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഓക്കെ, സോ നമുക്ക് പഠിക്കാം. അങ്ങനെ ഞാൻ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ ഹിന്ദീൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു. ഞാൻ എക്സാമിനറിലാണ് കേട്ടോ കണ്ടത്. സോ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഞാൻ ഇന്ന് പഠിച്ചത്. അപ്പം ആ ചാപ്റ്റർ ഞാൻ ഫുള്ള് പഠിച്ചു. സോ യെസ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ബുക്ക് തുറന്നിട്ട് ഏത് ചാപ്റ്ററാണ് ഞാൻ പഠിച്ചതെന്ന് കാണിക്കാനായിട്ട്. യെസ് ഗൈസ്, ഈ ചാപ്റ്ററാണ് ഞാൻ പഠിച്ചത്. സോ അങ്ങനെ 12 മണിയായി ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. പക്ഷേ 11:30 വരെ ഞാൻ പഠിച്ചു. പിന്നെ ഞാൻ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതി വെച്ചു. പിന്നെ എൻ്റെ പൗച്ചൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് പെന്നാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. ടെക്സ്റ്റ് ബുക്സിൽ ബ്ലാക്ക് പെൻ ഉപയോഗിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീകൃഷ്ണൻ്റെ ബുക്ക്. അതൊക്കെ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. സോ ഇത്ര പഠിച്ചാൽ മതി, ഇനി നാളെ ബാക്കി പഠിക്കാം എന്ന് ഞാൻ തന്നെ കരുതി. പിന്നെ എൻ്റെ ബുക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സോ ഞാൻ പോയി കിടക്കട്ടെ. സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഞാൻ പോയി ഉറങ്ങട്ടെ. 11:30 ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും 12 മണിയായി. സോ ബൈ ഗായ്സ്, ലവ് യു.